Good afternoon. Good afternoon. Good morning, madam. Good afternoon. Good afternoon. ആൾക്കാർ കുറഞ്ഞു വരുവാണ്. ഓക്കെ, ആരെങ്കിലും ജോയിൻ ആവോ? പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ആരെങ്കിലും പ്രേയറിന് റെഡി ആണെങ്കിൽ പ്ലീസ് ഡു ദ പ്രേയർ. യെസ്, എനിവൺ ആരെങ്കിലും ഉണ്ടോ പ്രേയർ ചെയ്യാൻ? നിങ്ങൾക്ക് ഇപ്പൊ കമ്മിറ്റി കോർഡിനേറ്റേഴ്സ് ഒന്നും ഇല്ലേ പ്രേയർ അസൈൻ ചെയ്യാനും, തോട്ട് ഫോർ ദ ഡേ പറഞ്ഞ് ആരാന്ന് അസൈൻ ചെയ്യാനും, അതുപോലെ തന്നെ സൈനിങ് ഒന്നും ആരും ഇല്ലേ? എല്ലാം സ്റ്റോപ്പ് ആയി. കോർഡിനേറ്റേഴ്സ് ആരും ഇല്ല. ക്ലാസ്സിൽ കയറുന്ന കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞില്ലേ? അതെന്ത് പറ്റി അറിയില്ല. റെക്കോർഡ് ക്ലാസ് മതിയോന്നാണോ? ക്ലാസ്സിൽ കയറാൻ ബുദ്ധിമുട്ടായാൽ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ബാച്ചിൽ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. കാരണം റെക്കോർഡ് ക്ലാസ്സും പ്രോപ്പറായി അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് മിസ് അതെങ്ങനെയാ ഇതെങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലാവുകയാണ്. നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് കണ്ടില്ല, റെക്കോർഡ് ക്ലാസ് നോക്കിയിട്ട് എല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിച്ചിരുന്നാലും ലാസ്റ്റ് മൊമെന്റ് ഈ റെക്കോർഡ് എങ്ങനെ എഴുതണം, ആ റെക്കോർഡ് എങ്ങനെ എഴുതണം, എഴുതിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, സർവേ ചെയ്യണോ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ടീച്ചിങ് പ്രാക്ടീസിന് പോയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംശയങ്ങൾ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് ഫസ്റ്റ് ഒക്കെ എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നീട് കുറച്ച് നാൾ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴും എന്റെ ആ ക്ലാസ്സസ് പെൻഡിങ് ആണ്. എനിക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഒന്നാമത് ഭയങ്കര ബോറിംഗ് ആണ്. ലൈവ് ക്ലാസ് കാണുന്ന പോലെയല്ല റെക്കോർഡഡ് ക്ലാസ്. ഭയങ്കര ബോറിംഗ് ആണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് അങ്ങനെ നോക്കിയിരിക്കാനായിട്ട് തോന്നില്ല. മറ്റേത് നമ്മളിപ്പോ ഒന്നും പറയണില്ലെങ്കിൽ പോലും ഒരു ഇന്ററാക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്ന പോലെ ഉണ്ട്. ഭയങ്കരമായി വിഷമിച്ച് നമുക്ക്. പക്ഷെ അവര് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ദേ ആർ ദ കിങ് എന്നുള്ള രീതിയിൽ, ക്യൂൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വീണ്ടും ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. ശരിക്കും നമ്മളുടെ ടൈമിന് ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ആയിപ്പോയി. നമ്മള് ഒരു 1 hour ആ ക്ലാസ് ടൈമിൽ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞു. നമ്മളുടെ ടെക്നിക്കൽസ് അവര് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ റെക്കോർഡ് ക്ലാസ് ഓൺ എയർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇതേ ചോദ്യമാണ്. എന്റെ ഫോണിൽ നിറയെ മെസ്സേജ് എടുക്കുക, ഓരോ ഡൗട്ട് ചോദിച്ചുകൊണ്ട്. ഞാൻ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സമയമില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഫുൾ മെസ്സേജ് കിടക്കുന്നുണ്ട്, ഒന്നും എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ ഓപ്പൺ ചെയ്യില്ല, കാരണം വെച്ചാൽ അത് ഓപ്പൺ ചെയ്ത് എന്റെ ഷെഡ്യൂൾ മൊത്തം തെറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഒരു അവസ്ഥ. അപ്പൊ നിങ്ങൾ പെയിന്റിങ് വർക്ക്സോ ക്ലാസ്സുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വേഗം അപ് ടു ഡേറ്റ് ആക്കി പോവുക. ദാറ്റ് ഇസ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. കാരണം ഏപ്രിൽ മെയ് വരുവാണ്, വെക്കേഷൻ ആണ്. വീട്ടില് കുഞ്ഞുങ്ങള്, ഫാമിലി എല്ലാം വെക്കേഷൻ നോക്കിയിരിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ പഴയ വർക്കുകളും ക്ലാസ്സുകളും ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ഫീൽ ആയിരിക്കും? മുതിർന്നവര് പോട്ടെ, ഒറ്റയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുന്നു വിചാരിക്കാം. അതേസമയം കുഞ്ഞുങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. വെക്കേഷൻ സമയത്തായിരിക്കും അവർക്ക് ഗെയിംസ്, അവരതുപോലെ തന്നെ പല ഫുഡിന്റെ പല ഡിമാൻഡുമായിട്ട് വരുന്നത്. എവിടെയെങ്കിലും ചെറിയൊരു ട്രിപ്പ് പോവാം, പാർക്കിൽ പോവാം, മൂവിക്ക് പോവാന്നൊക്കെ പറഞ്ഞു വരുന്നത്. അവര് ശരിക്കും അവരങ്ങോട്ട് ഈ 2 മാസം പ്രതീക്ഷിച്ച് കുറെ പ്ലാനിങ്സ് ഉണ്ടാവും ആ കുഞ്ഞു മനസ്സിൽ. അതെല്ലാം പോവില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാ നമ്മള് ശരിയായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാത്തോണ്ട്. എന്റെ കൺസേൺ കുട്ടികളെ ഉള്ളൂ ആ കേസിൽ. അപ്പം അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്.
ഓക്കെ, പ്രേയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. Okay, I'll do. Dear Lord and Father of all, thank you for today. Thank you for ways in which you provide us all for your protection and love. We thank you. Help us to focus on our heart and minds now on what we are about to learn. Inspire us by your Holy Spirit. We listen and write. Guide us by your eternal light as we discover more about the world around us. We ask in the name of God. Amen. സോ തോട്ട് ഓഫ് ദ ഡേ ഇല്ല, സൈൻ ഇൻ ഇല്ല അല്ലെ? ചെയ്യും. ഒരു മിനിറ്റ്. മിസ് തോട്ട് ഞാൻ പറയാ, എന്നിട്ട് അവള് സൈൻ ചെയ്യട്ടെ. ഓക്കെ. Good afternoon all. Today's thought: never think I have nothing, never think I have everything, but always think I have something. I can achieve anything. Have a nice day. Thank you. Ready? 1, 2, start. Wind the bobbin up, wind the bobbin up, pull, pull, clap, clap, clap. Wind it back again, wind it back again, pull, pull, clap, clap, clap. Point to the ceiling, point to the floor, point to the window, point to the door. Clap your hands together, 1, 2, 3. Put your hands up on your knees. Thank you, miss. ഓക്കെ, വെരി ഗുഡ്. എന്താണ് മോളുടെ പേര്? ഷെൻസ. ക്ലാസ് കഴിഞ്ഞോ അതോ എന്താ? അവൾക്ക് എക്സാം ആയിരുന്നു, 11:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. ശരി. കുട്ടികൾക്ക് എക്സാം തുടങ്ങിയല്ലേ? എന്റെ മോന് 18-ാം തീയതി. ഓക്കെ, സോ ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം ചില നമ്മളുടെ മോണ്ടിസോറി മെത്തേഡുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് കഴിഞ്ഞൊരു സാറ്റർഡേ, അതായത് വുമൻസ് ഡേയുടെ അന്ന് ഒരു ഓപ്പൺ ഫോറത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതായത് ഇപ്പോഴത്തെ അഡോളസന്റ് ഗ്രൂപ്പിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ. അത് ഡിസ്കസ് ചെയ്യാനല്ല, അവിടെ ഒരു വിങ് ഫോം ചെയ്യുമായിരുന്നു. പല ഏരിയയിലും കുട്ടികളെ എങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാം, അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ്, ഇമ്പൾസീവ്നെസ്, അതെല്ലാം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡിസ്കഷൻ ആയിരുന്നു. ഇപ്പൊ പാനലിൽ വളരെ എമിനന്റ് ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ, സൈക്കോളജിസ്റ്റുകൾ, ലോയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്നവര്, CBIയിലുള്ളവര്, അങ്ങനെ പല ഏരിയയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അപ്പൊ പാനലിലുള്ള ഒരു കാര്യങ്ങൾ പറയും, അപ്പൊ ഓഡിയൻസ് അവരുടെ ചില ഒപ്പീനിയൻസ് പറയും. അത് കഴിഞ്ഞ പാനലിലുള്ളവർ കൺക്ലൂഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അതില് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ ഒരു സാറ്, നാർക്കോട്ടിക്സ് അതൊക്കെ ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാറാണ്. സാറ് പറഞ്ഞ ഒരു കാര്യം, സാറ് കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മോണ്ടിസോറി മെത്തേഡായിരുന്നു. ആ രീതിയിൽ കുട്ടികളെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളെ വീട്ടിലും സ്കൂളിലും ആ രീതിയിൽ വളർത്തണം എന്നുള്ള രീതിയിൽ. സാർ മോണ്ടിസോറി മെത്തേഡ് എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ആള് പറഞ്ഞ ഐഡിയാസ് കംപ്ലീറ്റ് മോണ്ടിസോറി മെത്തേഡായിരുന്നു. കണക്ട് ദ ചിൽഡ്രൻ വിത്ത് ദ നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം അത് തന്നെയായിരുന്നു. ലൈഫ് സ്കിൽസ് ട്രെയിൻ ചെയ്യുക, അത് വീട്ടിൽ നിന്ന് തുടങ്ങുക, സ്കൂളിലും അത് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മോണ്ടിസോറി മെത്തേഡ് ആയിരുന്നു. ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു എനിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അത് അവിടെ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും എല്ലാം കറങ്ങി തിരിഞ്ഞു വന്നത് അവസാനം ഉള്ള സൊല്യൂഷൻ ഈ ഒരു മെത്തേഡായിരുന്നു. അപ്പോ ആ ഒരു മെത്തേഡ് നിങ്ങളിലേക്ക് ഞാൻ തരുവാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇത് കുഞ്ഞുങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. കാരണം ഇനിയുള്ള ജനറേഷനിലെ ഈ ഒരു രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാം ആ ഒരു ജനറേഷൻ നശിച്ചു. നമ്മൾ നമ്മുടെ മുന്നിൽ കാണാൻ പോകുന്നത് ഒരു 30-40 വയസ്സെത്തുമ്പോൾ, ഇപ്പോഴത്തെ അഡോളസൻകാരന്റെ കാര്യം പറയുക, 30-40 ഇയേഴ്സ് വരെയൊക്കെ അവർക്ക് ആയുസുണ്ടാവുള്ളൂ. അവര് അത് കെമിക്കൽ സബ്സ്റ്റൻസ് യൂസിന്റെ പിടിയിലായവര് കൂടുതലും. അവര് എന്ന് പറഞ്ഞാൽ അവരുടെ റീപ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ട്, അവരുടെ ഇമാജിനേഷൻ നഷ്ടപ്പെട്ട്, ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ട്, ചിന്താശേഷി നഷ്ടപ്പെട്ട് 30-40 വയസ്സാകുമ്പോഴേക്കും ജീവിതം തീരുന്ന ഒരു ജനറേഷന്റെ ഒരു പോക്കാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ നമുക്ക് കുഞ്ഞു മക്കളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ
നമ്മൾ ഇതേ മെത്തേഡിൽ അവരെ ഓരോരുത്തരെയും ഇങ്ങനെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒരു മാറ്റം, നല്ലൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി നശിക്കുന്നു. അങ്ങനെ പല സൊസൈറ്റി ആകുമ്പോൾ ഒരു കൺട്രി, നേഷൻ ഒക്കെ അങ്ങ് നശിച്ചു പോവല്ലേ. അപ്പം ബോംബിടോ ഒന്നും വേണ്ട, ഇങ്ങനെ ചെറുപ്പക്കാരിൽ ഇതുപോലത്തെ വിഷം കുത്തിവെച്ചാൽ മതി, അവരൊക്കെ നശിച്ചു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇത് നടന്നു. അപ്പൊ അതിന്റെ ആ ഒരു കൺക്ലൂഡിങ് പാർട്ടിൽ വന്ന സൊല്യൂഷൻ മെത്തേഡ് മുഴുവനും മോണ്ടിസോറി മെത്തേഡായിരുന്നു. അവര് മോണ്ടിസോറി മെത്തേഡ് ഇത് അങ്ങനെയൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ അവര് കൺക്ലൂഡ് ചെയ്തപ്പോൾ എല്ലാ പോയിന്റ്സും വന്ന് നിന്നത് ഈ ഒരു മെത്തേഡിലായിരുന്നു. സോ നിങ്ങൾക്കും അഭിമാനിക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ടിന് അഭിമാനിക്കാം, ക്ലാസ് എടുക്കുന്ന ഞങ്ങൾക്കും അഭിമാനിക്കാം. അങ്ങനെ ഈ ഒരു സംഭവം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് പോവാം. അപ്പൊ അത് ചെയ്യണം. പക്ഷേ എന്താ പറയാ, ഈ നമ്മളങ്ങനെ ഭയങ്കര രസകരമായിട്ട് അങ്ങനെ ക്ലാസ് ഇങ്ങനെയാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, വി ആർ കമ്മിറ്റഡ്, നമ്മൾക്ക് കുട്ടികളെ ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്ത് അവരെങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി മോണ്ടിസോറി പല മെത്തേഡ്സും ഡിസൈൻ ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കഥകളെല്ലാം പറഞ്ഞു പോയിട്ട് ഫസ്റ്റ് ബാച്ചിൽ നിന്ന് അവരുടെ മോഡൽ എക്സാം കഴിഞ്ഞു, അവരുടെ വൈവ നടക്കുകയാണ്, മെയിൻ എക്സാം ആകാറായി. ഒന്നും ചെയ്യാത്ത പല കുട്ടികളുണ്ട്. ഒന്നും ചെയ്യാത്ത, അസൈൻമെന്റ് ചെയ്തിട്ടില്ല, സർവേ ചെയ്തിട്ടില്ല, റെക്കോർഡ്സ് ചെയ്തിട്ടില്ല, ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല, ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കിയിട്ടില്ല. വളരെ കുറച്ച്, ബാക്കിയുള്ള ബാച്ചിനെ കമ്പയർ ചെയ്തപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയതിനാൽ കുറച്ച് ആക്ടിവിറ്റീസ് അവർക്ക് വരുന്നുള്ളൂ. പക്ഷെ അതും ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, കമ്പൽസറി ആണോ, ഇങ്ങനെയുള്ള വളരെ ബാലിശമായ ചോദ്യങ്ങളായിരുന്നു ഞാൻ നേരിട്ടത്. എന്റെ ഒരു വളരെ വിഷമത്തോട് പറയട്ടെ, ഈ ചോദ്യം ചോദിച്ചത് ഒരു ടീച്ചറുമേ. ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ ഇതൊന്നും ചെയ്തിട്ടില്ല, ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ള റൈറ്റ്സ് ടീച്ചറിനുണ്ടോ എന്ന് ചോദിച്ചു. ആ ആക്ടിവിറ്റി ചെയ്യണം, ഈ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണമെന്ന് ആ കുട്ടിയോട് പറയാനുള്ള റൈറ്റ് ആ ടീച്ചർക്കുണ്ടോ? നിങ്ങൾ പറയൂ, ഞാൻ പറയണ്ട. ടീച്ചറോ കൊടുത്ത ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പൊ കുട്ടികളോട് ചെയ്യാൻ പറയാൻ പറ്റൂ? ഞാൻ ഈ റെക്കോർഡ് 5 എഴുതാതെ ഞാൻ നിങ്ങളോട് വന്നത് നിങ്ങൾ റെക്കോർഡ് എഴുതുന്നു എനിക്ക് പറയാൻ പറ്റും? ഇല്ല മിസ്. ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ്. ഞാൻ അതിനെ ഡിസേർവ് ചെയ്യില്ല. ക്ലാസ് എടുക്കാൻ കൂടി ഞാൻ ഡിസേർവ് ചെയ്യില്ല. ഞാൻ അതിന് യോഗ്യതയുള്ള ആളാവില്ല. എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി. ഒരു ടീച്ചറിനെ ചോദിച്ചു, ടീച്ചറല്ലേ, അപ്പൊ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ? ഞാൻ ടീച്ചറാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സോ ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണോന്ന് ചോദിച്ചു. പറഞ്ഞു വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു 10 ദിവസത്തെ ഒരു ടീച്ചിങ് മാനുവൽ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരൂ, കുട്ടികളെ ഒബ്സർവ് ചെയ്ത്. അതും ചെയ്യാതെ വരട്ടെ. അതായത് അടുത്ത ദിവസം വൈവ അറ്റൻഡ് ചെയ്യണേന് 2-3 ദിവസം മുമ്പാണ് ചോദിക്കുന്നത് ഇതൊക്കെ ചെയ്യണോന്ന്. സോ വാട്ട് ഷുഡ് ഐ ടെൽ? അപ്പൊ പെൻഡിങ് ആയിട്ടൊന്നും വെക്കരുത്. ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നത്. ഞങ്ങൾക്ക് ചില അസൈൻമെന്റ് റെക്കോർഡുകളൊക്കെ ഏറ്റവും അവസാനം തന്നെ, കോഴ്സ് തീരുന്നതിന് 1 മന്ത് മുമ്പ്. ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു, ഇതിലും ബെറ്റർ ആക്കായിരുന്നു നിങ്ങൾക്ക് ആദ്യം തന്നിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഫ്രം ദ ബിഗിനിങ് നിങ്ങളുടെ ഓരോ സ്റ്റേജസ് ആയി വരുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അങ്ങനെ പലരും എന്നോട് പറഞ്ഞു, ഞാൻ എങ്ങനെ തന്നെ എഴുതും, എനിക്ക് റൈംസ് എഴുതാൻ അറിയില്ല, കഥ എഴുതാൻ അറിയില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് പലരും ചോദിച്ചിരുന്നു. അപ്പൊ ഓരോ സ്റ്റേജ് കഴിഞ്ഞപ്പോ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ അവര് എഴുതുന്നത് എന്ത് ഭംഗിയായിട്ടാ, ഭയങ്കര സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ. എനിക്കിത് പറ്റിയല്ലോ, ഐ ക്യാൻ ഡു എന്നുള്ളത് അവരുടെ ഉള്ളിൽ വന്നു. അപ്പൊ അത് അങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ട് നിങ്ങളെ റെക്കോർഡ്സ് ചെയ്യിപ്പിച്ചത്, അസൈൻമെന്റ് ചെയ്യിച്ചത്, ആക്ടിവിറ്റി ചെയ്യിച്ചത് അല്ലെ, അപ്പൊ അങ്ങനെയാണ് തന്നത്. പക്ഷെ ഇതെല്ലാം ചെയ്യാതെ ഇങ്ങനെ കൂട്ടി വെച്ച് ലാസ്റ്റ് മൊമെന്റ് ചെയ്താൽ നിങ്ങൾ തന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഈവൻ വൈവ എന്ന് പറഞ്ഞ ആക്ച്വലി അതൊരു മോക്ക് ഇന്റർവ്യൂ ആണ് കേട്ടോ. അതും കൂടി ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം വൈവയ്ക്ക് കുട്ടികൾ വന്ന രീതി കണ്ടിട്ട് അത് പറഞ്ഞതാ. അതൊരു നാളെ ഒരു സ്കൂളിലെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് അത് ഇന്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കൂടെ വൈവയിൽ കിട്ടും. ആ രീതിയിലാണ് വൈവ ചെയ്യുന്നത്. പക്ഷേ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ വൈവയ്ക്ക് വന്നിരിക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈവ സമയത്ത് നമ്മൾ ചെയ്ത എല്ലാ വർക്കും നമ്മളുടെ സൈഡിൽ കീപ്പ് ചെയ്യണം. 20 minutes ആണ് ഒരു കുട്ടിക്ക് വൈവ. എനിക്ക് 10 to 10:20 വൈവ ഉണ്ടായിരുന്നു. 10:30 എനിക്ക് ക്ലാസ് എടുക്കാൻ കയറണം. അപ്പം ഞാൻ ഏതൊക്കെ ആ ചെയ്ത ആക്ടിവിറ്റി ഒന്ന് എടുക്കാമെന്ന് വെച്ചപ്പോ അത് വീട് മുഴുവൻ നടക്കുക, അത് നോക്കിക്കൊണ്ട് സമയം പോവല്ലേ ശരിക്കും പറഞ്ഞു. അപ്പൊ നമ്മള് വൈവയ്ക്ക് അതും നമുക്ക് കുട്ടികൾക്കായിരുന്നു നമ്മള് പ്രയോറിറ്റി കൊടുത്തത്. നമ്മള്
ഞങ്ങള് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ഇല്ലാത്ത ടൈം കൊടുത്തിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അതിൽ നിന്നും നിങ്ങൾക്ക് സൗകര്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം എന്നുള്ള രീതിയിലാണ് വിട്ടത്. അവര് തന്നെ സെലക്ട് ചെയ്ത ടൈം ആയിരുന്നു. അല്ലാണ്ട് നമ്മൾ ഇന്ന ടൈമിൽ ഓടി വരണം എന്ന് പറഞ്ഞിട്ടില്ല. അതും 2, 3, 4 ദിവസം മുമ്പേ കൊടുത്തിരുന്നു ആ ടൈം. അപ്പൊ ഇങ്ങനെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാ. നമ്മൾ വൈവയ്ക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് തരും. അതിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ കൺഫർമേഷൻ ആയിട്ട് ലിസ്റ്റ് ഇടും. ഇന്ന ടൈമിന് ഇന്ന ആളാണെന്നുള്ള രീതിയിൽ ലിസ്റ്റ് ഇടും. ലിസ്റ്റ് ഇട്ട് വൈവ മിസ് ഒറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ പാനൽ പോലെ വേറെ ടീച്ചേഴ്സ് ഉണ്ടാവുമോ? ഇതുവരെയും പാനൽ പോലും ഇല്ല. ബട്ട് ഞാനും അശ്വതി മിസ്സും കൂടെ പാരലൽ ആയിട്ട് 2 പേർക്ക് അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. പാരലൽ അല്ല, എന്റെ ടൈം കഴിയുമ്പോൾ അടുത്ത കുട്ടി അശ്വതി ഫ്രീ ആണെങ്കിൽ അങ്ങനെയായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബാച്ചുകൾക്ക് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. നിങ്ങളുടെ ബാച്ചിൽ അങ്ങനെയല്ല, ടീച്ചേഴ്സ് കൂടുതൽ വൈവ ഗൂഗിൾ മീറ്റിലായിരിക്കും. നിങ്ങളുടെ വഴിക്ക് ടീച്ചർമാര് കൂടുതലുണ്ട് അല്ലെ? ഞാനുണ്ട്, അശ്വതി ഉണ്ട്, പിന്നെ ആരൊക്കെ എടുക്കുന്ന? ആതിര മിസ് എടുക്കുന്നുണ്ട് അല്ലെ? പിന്നെ അറിയുന്നുണ്ടോ? പിന്നെ ഇംഗ്ലീഷ് ഉണ്ടാവില്ല. അപ്പൊ ഈ 3 വേണമെങ്കിൽ 3 പേർക്ക് ഒരുമിച്ചിരിക്കാം. പിന്നെ അല്ലെങ്കിൽ 3 പേരും സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ കൺവീനിയന്റ് ടൈമില് അങ്ങനെ ഇരിക്കാം. അങ്ങനെ ആയിരിക്കുള്ളൂ മിക്കവാറും. അപ്പൊ ഇതാണ്. പിന്നെ വൈവ് ഒരിക്കലും നമ്മൾ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സോ ജനറൽ നോളജോ അളക്കാൻ വേണ്ടിയിട്ടുള്ള വൈവയല്ല. ഇത്രേ പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്ത വർക്കുകൾ, നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ്, പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരാണെങ്കിൽ പോകുവാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊടുക്കും. അങ്ങനെ ഒരു കുട്ടി ഒന്നും എഴുതുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും? ആ കുട്ടിയെ എഴുതിക്കാൻ നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്യും? നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ കുട്ടിയുടെ കൈ പിടിച്ച് എഴുതിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് കുട്ടികളിൽ വരുന്നത്. തന്നെത്താനെ വരുന്ന ഒരു സ്ഫോടനം സംഭവിക്കുന്ന പോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇന്നത്തെ വൈവയിൽ കുട്ടി പറഞ്ഞെന്താണെന്നറിയോ? നമ്മൾ അവനെ എഴുതിപ്പിക്കുന്നത്. ചോദിച്ചാൽ എങ്ങനെ എഴുതിപ്പിക്കുന്നു ചോദിച്ചു. ആദ്യം നമ്മൾ അവന്റെ കൈ പിടിച്ച് എഴുതിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറാത്തതിന്റെ പ്രശ്നമാണ്. കയറാത്തതിന്റെ അല്ല, റെക്കോർഡ് ക്ലാസ്സും കാണുന്നില്ലല്ലോ, PDF വായിക്കുന്നില്ലല്ലോ. പോട്ടെ, എനിക്ക് ക്ലാസ്സേ കാണണ്ട, ഞാൻ PDF വായിച്ചോളാം, ബുക്ക് വായിച്ചോളാം എന്ന്. ബുക്കും വായിച്ചിട്ടില്ലല്ലോ. കൈ പിടിച്ച് എഴുതിപ്പിക്കും. കുറച്ച് കഴിയുമ്പോ നമ്മൾ കൈ വിടും, കുട്ടി തന്നെ എഴുതും. എനിക്ക് ഇവിടെ ഒരു പെയിൻ ആയിരുന്നു. ഇപ്പൊ ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തല്ലോ, കുറച്ചു പേരെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ സെക്കൻഡ് റെക്കോർഡ് തുടങ്ങാവോ? പിന്നെന്താ, ഞാൻ ഏത് റെക്കോർഡ് വരെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു? ഫസ്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും മെജോറിറ്റി ആൾക്കാർ ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് പേർ, കുറെ പേർക്ക് കുറച്ചും കൂടെയൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെ? ഞാൻ സെക്കൻഡ്, തേർഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരട്ടെ. 4th എളുപ്പമായിരിക്കും. ഫസ്റ്റ് കഴിഞ്ഞാൽ 4th എളുപ്പ. അത് നമുക്ക് നമ്മുടെ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട. സെക്കൻഡും തേർഡും ആണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. റൈംസും സ്റ്റോറിയും തന്നെ എഴുതണ്ടേ അല്ലേ? അപ്പൊ അത് ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് തരാം, അതായിരിക്കും നല്ലത്. മിസ് ജയദേവ സാറിന്റെ അസൈൻമെന്റ് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? യെസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അഡ്വർടൈസ്മെന്റ് പോലെ, ന്യൂസ് പേപ്പറിന്റെ കൂടെ ഇങ്ങനെ വരില്ലേ, ഇങ്ങനെ പലതിന്റെ അഡ്വർടൈസ്മെന്റ്. അതായത് ഇപ്പൊ ഒരു ട്യൂഷൻ സെന്റർ, നമ്മളൊരു ട്യൂഷൻ സെന്റർ തുടങ്ങാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് മുഴുവനും അതിനകത്ത് കണ്ടന്റിലാക്കിയിട്ട് നമ്മളതൊരു ചെറിയൊരു നോട്ടീസ് പോലെ നമ്മൾ ചെയ്യില്ലേ? ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ എന്റെ ട്യൂഷൻ സെന്ററിനെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് ആണ് ഉദ്ദേശിച്ചത്. അതുപോലെ ചെയ്താൽ മതി. നമുക്കൊരു പ്രൊമോയ്ക്ക് ഓപ്പണിംഗ് ടൈം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനല്ലേ? അതെ. ഇപ്പൊ ഓപ്പണിംഗ് ടൈം നമുക്ക് അറിയില്ല. സോ ഓപ്പണിംഗ് ഷോർട്ട്ലി എന്നൊക്കെ പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് പോലെയൊക്കെ നമ്മൾ മൈക്കൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ ഫീച്ചേഴ്സ്, അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് കാണിക്കുന്ന രീതിയിൽ, അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കളറൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സ്റ്റാർ സിമ്പിൾ ഒക്കെ കൊടുത്തു, അങ്ങനെ 1 പേജിൽ നല്ല അട്രാക്ട് ചെയ്തിട്ട് അതിൽ എഴുതി വരച്ച് പ്രസന്റ് ചെയ്യാം അല്ലെ? മലയാളത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഇട്ടിരുന്നു സാറ് ക്വസ്റ്റ്യന്. അപ്പൊ മലയാളത്തിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. മലയാളത്തിൽ ചെയ്യണം എന്നായിരുന്നു പിന്നീട് മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പൊ മലയാളത്തിലും
ഓക്കെ. ഞാൻ റെക്കോർഡ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. റെക്കോർഡ് ഡീറ്റെയിൽസ് എല്ലാ റെക്കോർഡ് ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്ക് റൈം ബുക്ക്, ഞാൻ എന്റെ റൈം ബുക്കിന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, റൈം ബുക്കിൽ നമുക്ക് ആൽഫബറ്റിക്കൽ സോങ് ആണ് ആദ്യം വരുന്നത്. നിങ്ങൾക്ക് പേജ് ഒക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഒരു ബാച്ചുകാർ സൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോ നല്ല രസമുണ്ടായിരുന്നു. പേജ് ഒക്കെ ഡിസൈൻ ചെയ്ത് വരയ്ക്കാനൊക്കെ അറിയുന്നവരെ സൈഡിൽ ഇങ്ങനെയൊക്കെ വരച്ച് ഭയങ്കരമായിട്ടൊക്കെ കളർ ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഇതിനകത്ത് ആൽഫബറ്റിക്കൽ സോങ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് പേജ് എടുത്തിട്ട് അതിന്റെ നടുക്കായിട്ട് ആൽഫബറ്റിക്കൽ സോങ് ഇങ്ങനെ എഴുതി, ഒരു ക്യാപ്ഷൻ ടൈറ്റിൽ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ എഴുതി. പേജ് ഉണ്ടായിരുന്നു റെക്കോർഡിൽ, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു സൈഡ് ലൈനും ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളത്, റൂൾഡ് അൺറൂൾഡ് അങ്ങനെ വരുന്ന ലെഫ്റ്റ് റൈറ്റ് വരുന്ന രീതിയിലുള്ള റെക്കോർഡ് ബുക്ക് എടുത്തത്. അപ്പൊ ആൽഫബറ്റിക്കൽ സോങ്ങിന് ഞാൻ ഇവിടെ നമുക്ക് സ്റ്റെൻസിൽ കിട്ടില്ലേ, സ്കെയില് പോലെ ഇങ്ങനെ വന്നിട്ട് ഷേപ്പ് വരുന്നേ, മനസ്സിലായോ? മനസ്സിലായി സർ. അതിലേക്ക് വരച്ചു. അങ്ങനെയൊന്നും ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇല്ലസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഓരോ റൈമിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പിക്ചർ. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന രീതിയിലുള്ള കുട്ടികളുടെ ഏതോ ടെക്സ്റ്റ് നിന്ന് കിട്ടിയത് അത് കട്ട് ചെയ്ത് ഒട്ടിച്ചു. പിന്നെ ഈ ആൽഫബറ്റിക്കൽ സോങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 8 to 12 ലൈൻസ്. കാരണം കുഞ്ഞുങ്ങളല്ലേ, അവർ റൈംസിനോടാണ് അവർക്ക് താല്പര്യം. നീണ്ട ഒരു കവിതയൊന്നും സോങ് ഒന്നും അവർ ശ്രദ്ധിക്കില്ല. അതിനുള്ളൊരു അറ്റൻഷൻ സ്പാൻ അവർ കാണിക്കില്ല. അവർക്ക് ഏറ്റവും ചെറിയ ചെറിയ റൈംസ് വളരെ ഋദ്ധമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് പെട്ടെന്ന് അത് മെമ്മറിയിൽ വരും. അപ്പം ഒരു കുട്ടി ആദ്യം എ വെച്ചിട്ടൊരു ലൈൻ എഴുതി, ബി വെച്ച്, അങ്ങനെ 26 ലൈൻസ് വന്നു. അതിന് 26ൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് 1-2 ലൈൻസ് കൂടെ വന്നു. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞു, എപ്പോഴും നമ്മൾ ഷോർട്ടായിട്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്കും ഋദ്ധമായിട്ട് അവരോട് നമുക്ക് കാണാതെ പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്കും പെട്ടെന്ന് അത് അവരത് പഠിക്കും, പെട്ടെന്ന് തന്നെ അവർക്ക് ഓർമ്മ വരും. അതേസമയം 26-30 ലൈൻസ് ഒക്കെ ഉള്ള റൈം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയപ്പം എന്ത് ചെയ്തു, 4 ലെറ്റേഴ്സിനെ ഒരുമിച്ച് അവസാനം വന്നപ്പോ 3 ലെറ്റേഴ്സിനെ ഒരുമിച്ചാക്കി 26 ആൽഫബറ്റ്സിനെ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഞാൻ എഴുതിയത് ഞാനൊന്ന് വായിക്കാം. ABCD കം ടുഗദർ, EFGH സ്റ്റാൻഡ് ടുഗദർ. അപ്പൊ കുട്ടികളെ കൊണ്ട് നമുക്ക് ആക്ഷൻ ചെയ്യിക്കാം. ഓക്കെ, IJKL സിറ്റ് ടുഗദർ, MNOP ജംപ് ടുഗദർ, QRST റൺ ടുഗദർ, UVW ക്ലാപ്പ് ടുഗദർ, XYZ സ്റ്റേ ടുഗദർ. നിങ്ങൾക്കിപ്പോ അത് വായിച്ചപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെ എഴുതണം? അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 6-7 ലൈൻസ് വന്നു. 7 ലൈൻസിലൊന്നും റൈം ഉണ്ടാവില്ല, എല്ലാം ഈവൻ നമ്പേഴ്സിലായിരിക്കാം. പക്ഷെ ഞാൻ ആ XYZ വരെയും കംപ്ലീറ്റ് ചെയ്തപ്പോ എനിക്ക് അങ്ങനെ വന്നു. വേണമെങ്കിൽ ലാസ്റ്റ് എന്തെങ്കിലും സേ കുറിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടെ ചേർക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അതൊക്കെ അപ് ടു യു. ഇപ്പൊ ഞാൻ അങ്ങനെ എഴുതിയപ്പോ അങ്ങനെ എഴുതി. പക്ഷെ ഇത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനും അവരെ ആക്ഷൻ ചെയ്യിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമായിട്ട് പറ്റും. റൗണ്ട് സർക്കിളിൽ നിർത്തിയിട്ട് ഇതൊക്കെ ചെയ്യിക്കാം. കം ടുഗദർ എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ടുവരിക,
അവരെ നിർത്തിക്കുക, പിന്നെ ഇരുത്തുക, പിന്നെ ജമ്പ് ചെയ്യിക്കുക, റൺ ചെയ്യിക്കുക, ക്ലാപ്പ് ചെയ്യിക്കുക, എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെ എല്ലാത്തിനും 2 വീതമാണ് നമ്മൾ എഴുതുന്നത് ലൈൻസ്. ഒരു ആൽഫബറ്റിക്കൽ സോങ് രണ്ടാമത്തെ എഴുതിയത് അതിനകത്തും ഒരു ടീച്ചറും കുട്ടിയും കൂടെ നിൽക്കുന്ന സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം. കുട്ടി നിൽക്കുന്നു, ടീച്ചറും കുട്ടിയും കൂടെ നിൽക്കുന്ന സംസാരിക്കുന്നതായിട്ട് കാണാം. അതിൽ എഴുതിയത് കം ഡിയർ ചിൽഡ്രൻ വി വിൽ സിംഗ് ടുഗദർ ABCDEFG ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ക്ലാപ്പ് 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 HIJK LMNOP. അപ്പൊ അങ്ങനെ ഒരു റിതമിൽ നമ്മൾ ചെയ്യിക്കുമ്പോൾ നോഡ് യുവർ ഹെഡ്, നോഡ് നോഡ് നോഡ്, QRST UVW, സ്റ്റാമ്പ് യുവർ ഫീറ്റ്, സ്റ്റാമ്പ് സ്റ്റാമ്പ് സ്റ്റാമ്പ്, XYZ, ഷൗട്ട് ഹുറേ 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 ഹുറേ. ഇതൊക്കെ ത്രൂ ആക്ഷൻസിലൂടെ നമുക്ക് ഈ റൈംസ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ പല മെച്യൂരിറ്റി ലെവലിലും നമുക്ക് റൈംസ് എഴുതാം. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. അടുത്ത നമ്പർ സോങ്സ്. അതും ഞാനിങ്ങനെ മിഡിൽ ഇങ്ങനെ എഴുതി ഒരു പേജ് എടുത്തിട്ട് നമുക്ക് ടോട്ടൽ പേജ് നോക്കുക, നമ്മളുടെ ടോട്ടൽ വർക്ക് നോക്കുക, അതിനനുസരിച്ച് വേണം ഇങ്ങനെയുള്ള ഡിസൈനും ഒക്കെ ചെയ്യാനും എല്ലാം ടൈറ്റിലൊക്കെ എഴുതാനായിട്ട്. നമ്പർ സോങ് അതിന്റെയും അതുപോലെ സ്റ്റെൻസിൽ അവൈലബിൾ ആയിരുന്നു. സോ ഞാനിങ്ങനെ അതും വരച്ചു വെച്ചു. അതിന്റെ പിക്ചർ അതും ഇതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം പിക്ചർ. നമ്പർ സോങ് അപ്പോ 9, 10 വരെയുള്ളത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണല്ലോ, അത്രയുമുള്ള നമ്പർ വെച്ചിട്ടായിരുന്നു. 1, 2 enter the class, 3, 4 keep your bags down, 5, 6 say your prayers, 7, 8 smile each other, 9, 10 wish each other, say hi, say hello, say good morning, be happy, happy. സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഭയങ്കര വലിയ വൊക്കാബുലറി ഗ്രാമർ ഒന്നും നോക്കാനായിട്ട് പോകരുത്. പിന്നെയും ഒരു ക്ലാസ് റൂം നമ്പർ സോങ്സിന്റെ ക്ലാസ് റൂമിന്റെ ആ രീതിയിൽ നമ്പർ സോങ്സ് 2 എണ്ണം. പിന്നെ ക്യാപ്സൂൾ പോയംസ്. ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപ്സൂൾ ഇൻഫർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഇൻഫർമേഷൻസിനെ വളരെ ബ്രീഫ് ചെയ്ത് വളരെ ചുരുക്കി എടുക്കുന്നത് അല്ലെ. അപ്പൊ ക്യാപ്സൂൾ പോയത്തിന് ഞാൻ 4 ലൈൻസിലാണ് എഴുതിയത്. ക്യാപ്സൂൾ പോയം ചെറിയ പോയംസ് ഞാനിവിടെ എഴുതിയത് റാറ്റ് റാറ്റ് റൺ റൺ, ക്യാറ്റ് ക്യാറ്റ് ചേസ് ചേസ്, റാറ്റ് റൺ ക്യാറ്റ് ചേസ്, റൺ റൺ ചേസ് ചേസ്. അപ്പൊ അവിടെ ഒരു റാറ്റിന്റെ അതുപോലെ തന്നെ ക്യാറ്റിന്റെ പിക്ചർ വരച്ചു. എനിക്ക് എന്റെ മക്കള് വരച്ചു തന്നു കേട്ടോ. അവര് തന്നെ കളർ ചെയ്തു. അപ്പോ നിങ്ങൾക്ക് വരയ്ക്കാം, കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അടുത്തത് അതുപോലെ തന്നെ ക്യാപ്സൂൾ സോങ് 2 വേണമല്ലോ. ഫ്ലവേഴ്സ് ബ്ലൂ, fragrance spreads, birds sing, sweetness flows. അപ്പൊ അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു. അതാണ് ക്രയോൺസ് വെച്ച് കളർ ചെയ്യാൻ നോക്കുക. സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് സ്മഡ്ജ് ആവും. അതുകൊണ്ട് ക്രയോൺസ് മാക്സിമം യൂസ് ചെയ്യുക. അത് മറ്റേ ഓയിൽ പേസ്റ്റൽസ് ആണെങ്കിൽ നല്ലതായിരിക്കും. ആ എക്സ്ട്രാ വരുന്ന ബാക്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ അതിന്റെ ഒരു സ്ക്രബർ പോലെ ഉണ്ടല്ലോ, അത് വെച്ച് ചുരണ്ടി കളയാലോ. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കും. ആ ഒരു എന്താ പറയാ, പേപ്പർ ഒരുമാതിരി ഒന്നും ഇതാവില്ല. ആ പേപ്പർ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും. നെക്സ്റ്റ് ഫോക്ക് സോങ്സ്. ഫോക്ക് സോങ് നമ്മൾ നാടൻ പാട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫോക്ക് സോങ്. ഒരു കുട്ടിയുടെ പിക്ചർ, ഒരു കുട്ടി കൈ കൊട്ടി ഡാൻസ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനത്തെ രീതിയിൽ ഒരു പിക്ചർ വെച്ചു. അതിനുശേഷം സോങ് എഴുതിയത് ഹിപ് ഹിപ് ഹുറേ ഹുറേ, farmers sang together happily, hares waved their head in the wind, birds sang together. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഫോക്ക് സോങ് എഴുതേണ്ടത്. എനിക്ക് വന്ന ഐഡിയയിൽ ഞാനൊന്നും എഴുതിയതാ. ഞാൻ എഴുതിയ പോലെ തന്നെ നിങ്ങൾ എഴുതണമെന്നല്ല. നിങ്ങൾക്ക് തോന്നും നാടൻപാട്ട് എങ്ങനെയാന്നുള്ളത്. നാടൻപാട്ടുകളിൽ കുറെ കൊളോക്കിലായിട്ടുള്ള ചില വാക്കുകളൊക്കെ യൂസ് ചെയ്യുമല്ലോ. പിന്നെ ഹിപ് ഹിപ് ഹുറേ ഹുറേ അങ്ങനെ പറഞ്ഞു. പിന്നെ കൂ കൂ കൂ, ബേർഡ്സ് ആൻഡ് ടുഗദർ, കൂ കൂ കൂ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചില വേർഡ്സ് ഒക്കെ ചേർത്ത് നാടൻപാട്ട് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എഴുതിയത്. ഞാൻ ലാ 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 അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എഴുതിയതും ഇതുപോലെ തന്നെ ഫിഷർമാൻ, അവര് ഫിഷിങ്ങിന് പോകുന്നതിന്റെ രീതിയിൽ അങ്ങനെ എഴുതിയത്. ഹിയ ഹിയ അങ്ങനെ കുറെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അവര് ഉണ്ടാക്കുന്നത്. അതുപോലെ സൗണ്ട് ഒക്കെ വെച്ചിട്ട് അവര് പാട്ടുപാടി പോകുന്ന രീതിയിലുള്ളതായിരുന്നു രണ്ടാമത് എഴുതിയത്. പിന്നെ റിഡിൽ സോങ്സ്. റിഡിൽ നമുക്കറിയാലോ, നമ്മൾ ഫസ്റ്റ് റെക്കോർഡിൽ എഴുതി.
അതിനകത്ത് ഞാൻ എഴുതിയത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ലാസ്റ്റ് വരുന്ന രീതിയിൽ. ഐ ക്യാൻ ഫ്ലൈ ഹൈ, ഐ ആം നോട്ട് എ ബേർഡ്, ഐ ആം കളർഫുൾ, ഐ ഹാവ് നോ വിങ്സ്, എവ്രി വൺ ലൈക്ക് മീ, ഓൾ ആർ മൈ ഫ്രണ്ട്സ്, ബട്ട് ഐ നീഡ് thread and you, then only I can fly, tell me my friend who am I. അങ്ങനെ പറഞ്ഞിട്ടൊരു റിഡിൽ സോങ്. ആൻസർ കൈറ്റ്, കൈറ്റ്, ബ്യൂട്ടിഫുൾ കൈറ്റ്. കൈറ്റ് വരച്ചിട്ടുണ്ട്. കൈറ്റ് ഒക്കെ വരയ്ക്കാൻ എളുപ്പമാണല്ലോ. Then അപ്പൊ അതും രണ്ടെണ്ണം വേണം. സെക്കൻഡ് വൺ, ഐ ആം യെല്ലോ ആൻഡ് ലൈക്ക് എ ബോൾ, മൈ ഹൗസ് ഇസ് അറ്റ് സ്കൈ, ഐ ഗീവ് ലൈഫ് ടു ഗ്രോ, I will shine all the day, I will hide in the night, you cannot reach at me, sorry, I am too hot, my dear, yes, it is the shining sun. അതായിരുന്നു റിഡിൽ സോങ് വന്നത്. പ്രൊവൈഡ്സ് സയന്റിഫിക് നോളജ് ടൈപ്പ്, അതാണ് നെക്സ്റ്റ് വൺ. സയന്റിഫിക് നോളജ് ടൈപ്പ് എങ്ങനെയാണ്? ഞാനത് സോളാർ സിസ്റ്റം ആയിരുന്നു സയന്റിഫിക് നോളജ് ടൈപ്പിൽ ഞാൻ എഴുതിയത്. 1, 2, 3, 4, 5, 6, 7, 8. There are 8 planets. Our Earth is one of them. Earth is round in shape. It looks like a football. Sun is a big hot star. Sun gives heat and light. Stars twinkle in the sky. Then all the planets revolve around the sun. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടായിരുന്നു അത് എഴുതിയത്. പിന്നെ സെക്കൻഡ് സയന്റിഫിക് നോളജ് അല്ലെങ്കിൽ നോളജ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ഓർഗൻസിനെ കുറിച്ചായിരുന്നു. വി ഹാവ് 2 eyes, eyes help us to see, we have 2 ears. അപ്പൊ അങ്ങനെ ആ ഒരു പിക്ചർ നമ്മുടെ കുട്ടികളുടെ EVS ബുക്കിലൊക്കെ കാണുമായിരിക്കും ചെറിയ ക്ലാസ്സിൽ. അങ്ങനെ എന്തൊക്കെ ടങ്, ഹാൻഡ്സ്, ഓരോന്നിന്റെ ഫങ്ഷൻസ് വെച്ചിട്ടായിരുന്നു ആ റൈംസ് എഴുതിയത്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് ആയിരുന്നു നെക്സ്റ്റ് വൺ. അതിനകത്ത് വിച്ച് ഈസ് ദി യെല്ലോ കളർ ഫ്ലവർ? ഇറ്റ് ഈസ് ദി സൺഫ്ലവർ. വിച്ച് ഫ്ലവർ ഗ്രോസ് ഓൺ വാട്ടർ? ഇറ്റ് ഈസ് ലോട്ടസ്. വിച്ച് പ്ലാന്റ് ഹാസ് ഗോട്ട് തോൺസ്? പക്ഷെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്. ഫസ്റ്റ് സ്റ്റാൻസ ക്വസ്റ്റ്യൻ ആയിരിക്കും, സെക്കൻഡ് സ്റ്റാൻസ അതിന്റെ ആൻസർ. അങ്ങനെ 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 മാക്സിമം പറ്റാവുന്ന രീതിയിലുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ പിക്ചർ, അപ്പൊ ഫ്ലവേഴ്സ്, തുളസി, ബേസിൽ പ്ലാന്റ്, അതൊക്കെയായിരുന്നു ഞാൻ എഴുതിയത്. അതിന്റെ പിക്ചർ കിട്ടിയില്ല, ബാക്കിയെല്ലാം വെച്ചു. പിന്നെ ഹൂ ഈസ് കിങ് ഓഫ് ഫ്രൂട്ട്സ്? ഇറ്റ്സ് മാംഗോ. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ ക്വസ്റ്റ്യൻ, സെക്കൻഡ് സ്റ്റാൻസ ആൻസർ, ആ രീതിയിൽ ഇങ്ങനെ 3-4 കാര്യങ്ങൾ വരുന്ന രീതിയിൽ കൊടുക്കും. നെക്സ്റ്റ് വണ്ണിൽ അനിമൽസ് ആയിരുന്നു. ഹൂ ഗാർഡ്സ് അവർ ഹൗസ്? ഇറ്റ് ഈസ് ഡോഗ്. അപ്പൊ ഇതൊക്കെ കുട്ടികളെ ശരി നല്ല റിഥമായിട്ട് പാടാനൊക്കെ കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ ഇവരെ EVS ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലുള്ള റൈംസ് ഒക്കെ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ജനറൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു നെക്സ്റ്റ് വൺ. അതിന് ഞാൻ ചെയ്തതെന്ന് വെച്ചാല് കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷനും കൂടി ആവട്ടെ എന്നുള്ള രീതിയിൽ ഈ സീഡ് നട്ടിട്ട് അതിങ്ങനെ വാട്ടർ ചെയ്യുന്നു, അത് പിന്നെ ചെറിയ ചെടിയാകുന്നു, പിന്നെ ഒരു പ്ലാന്റ് ആകുന്നു, ട്രീ ആകുന്നു, പിന്നെ ഫ്രൂട്ട്സ് വരുന്നു നിറയെ, പിന്നെ അതിന്റെ ഷെയ്ഡ് കിട്ടുന്നു. അതൊക്കെയായിരുന്നു ആ രീതിയിലായിരുന്നു ആ റൈം എഴുതിയത്. GK ടൈപ്പ് ജനറൽ നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കുട്ടിക്കൊരു അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ. പിന്നെ എഴുതിയെന്ന് വെച്ചാല് നമ്മളുടെ എല്ലാം ഹാബിറ്റാറ്റ്, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സ്ഥലങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത്, അതും ഒരു ജനറൽ നോളജ് എന്നുള്ള രീതിയിൽ. വി ലീവ് ഇൻ അവർ സ്വീറ്റ് ഹോം, അനിമൽ ഫ്രണ്ട്സ് ഓൾസോ ഹാവ് ഹോം, കൗ ആൻഡ് ഗോട്ട് ലീവ് ഇൻ എ ഷെഡ്, എ ഡോഗ് ലിവ്സ് ഇൻ എ kennel, hen has a coop and horse has a stable, king of forest is the lion, who has got a den, biggest land animal is elephant, tallest animal is giraffe, both live under the trees, everyone has got sweet home, sweet. അതൊക്കെ പലപ്പോഴും EVS ഇവർക്ക് വരുന്ന കുറെ കാര്യങ്ങളായിരിക്കും. ഓരോരുത്തരുടെയും വീട് ഏതാണ്, ഓരോ അനിമൽസിന്റെ ആ രീതിയിൽ. അതുപോലെ തന്നെ അനിമൽസിന്റെ കുട്ടിയെ പറയുന്നത് അതും അങ്ങനെയും നമുക്ക് വെച്ച് എഴുതാം. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് കുട്ടികളിൽ ആ ഹെൽത്തി ഹാബിറ്റ്സ് കൊടുക്കാൻ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു ആക്ടിവിറ്റി ആക്ഷൻ സോങ് ത്രൂ റൈംസ് ഒക്കെയാണ്.
early to bed, early to rise, make everyone happy എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പിക്ചേഴ്സ് അതൊക്കെ ഉള്ളതൊക്കെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കാം. ഈ പിക്ചേഴ്സ് ഒന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതൊക്കെയായിരുന്നു. പിന്നെ അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ ഞാൻ എഴുതിയത് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും മദർ തെരേസയെ കുറിച്ചുമായിരുന്നു. ഓ ജീസസ്, യു സൺ ഓഫ് ഗോഡ്. He is unique and kind. He heals the wound and pain. He speaks about love only. He says you shall love your neighbors as yourself. He says love God with all your heart, soul and mind. He the love and kind. Jesus Christ. Mother Teresa, the symbol of love and affection. It's only you, Mother. She was always there for poor and needy. She belonged to the world, always keeping smiling on her face. We can feel the affection in her arms. She will show what real love can do. എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേറ്റ് പീപ്പിൾ നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നു അതിനനുസരിച്ച്. അബൌട്ട് അനിമൽസിന്റെ ഇതിപ്പോ അനിമൽ സൗണ്ട് വെച്ചിട്ടായിരുന്നു റൈംസ് എഴുതിയത്. എപ്പോഴും കുട്ടികൾക്ക് പറ്റുന്നത് ആ ഒരു രീതിയിലല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ സൗണ്ട് വെച്ചിട്ടുള്ളായിരുന്നു അനിമൽസ് എഴുതിയത്. പിന്നെ എഴുതിയത് അനിമൽസിന്റെ തന്നെ റൈംസ് ആണല്ലോ. അപ്പൊ അതില് ഓരോ അനിമല് ഹ്യൂമൻ ബീയിന് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നത് അത് വെച്ചിട്ട് അങ്ങനെ എഴുതി. കൗ ആൻഡ് ഗോഡ് ഗീവ്സ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ, ഷീപ്പ് ഗീവ്സ് വൂൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനിമൽസിനെ പറ്റി എഴുതി. പിന്നെ ബേർഡ്സിനെ പറ്റി എഴുതി. ബേർഡ്സ് ലൈക്ക് ടു ഫ്ലൈ ഹൈ, പല പല ബേർഡ്സ്, ക്രോസ് മേക്ക് കോക്കോ, ഡോസ് മേക്ക് കൂക്കു, ഇങ്ങനെ ഓരോ അതിന്റെ സൗണ്ടും അതെല്ലാം വെച്ചിട്ട് എഴുതി. പിന്നെ ഓരോതിന്റെ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് വെച്ചിട്ട് എഴുതി. പിന്നെ പ്രെയർ സോങ്സ് ഓൾറെഡി നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും പ്രെയർ പ്രിപ്പയർ ചെയ്യണമെന്ന്. അങ്ങനെ 2 പ്രെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രെയർ സോങ്ങോട് കൂടി ആ റെക്കോർഡ് തീർന്നു. പ്രെയർ സോങ് അതിന്റെ പിക്ചറും ഉണ്ട്. എപ്പോഴും പറയും പ്രെയർ എന്ന് പറയുന്നത് നത്തിങ് റിലീജിയസ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സെക്കുലറിസം വരുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള പിക്ചറൊക്കെ വെച്ച്. ഇത്രയാണ് റൈം ബുക്കിൽ വരുന്നത്. സ്റ്റോറി റൈമില് സംശയമുണ്ടോ? റൈം ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ. നെക്സ്റ്റ് സ്റ്റോറി ബുക്ക് സെയിം തന്നെ, പക്ഷെ ഒരെണ്ണം എഴുതിയാൽ മതി. നമുക്ക് റൈം 2 എണ്ണമായിരുന്നു, പക്ഷെ സ്റ്റോറിയിൽ നമ്മൾ 1 എഴുതിയാൽ മതി. പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് പിക്ചർ ഒട്ടിക്കിടുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഇതിനകത്ത് സ്റ്റോറി എഴുതും. ഇപ്പൊ റൈം നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് റിതമാറ്റിക് ആയിട്ട്, പിന്നെ ചില ഇൻഫർമേഷൻസ് അവർക്ക് ഹെൽത്തി ഹാബിറ്റ്സ് കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയല്ലോ. നമ്മൾ ഈ എഴുതുന്ന സ്റ്റോറി കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യണം. അതിലൂടെ ഒരു മോറൽ അവർക്ക് കിട്ടണം. അപ്പൊ നമ്മൾ അവരോട് കള്ളം പറയരുത്, സത്യം പറയണം എന്ന് നമ്മൾ കുറെ പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല. അതൊരു സ്റ്റോറിയിലൂടെ ആവുമ്പോൾ പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് കയറും. ഫസ്റ്റ് 1 മോറൽ സ്റ്റോറി. എല്ലാത്തിനും ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ മോറൽ സ്റ്റോറി. അപ്പൊ ഞാൻ എഴുതിയ മോറൽ സ്റ്റോറിയിൽ പങ്ക്ച്വാലിറ്റി എന്നായിരുന്നു എന്റെ സ്റ്റോറിയുടെ ടൈറ്റിൽ. ആ സ്റ്റോറിയിൽ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ ആക്ടിവിറ്റീസിലും, അതായത് പഠനം മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും വളരെ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു, ചില സമയത്ത് അങ്ങ് ലേസി ആവും. അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ടൈമിൽ ഹോംവർക്ക് ചെയ്യോ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. എന്നിട്ട് അവസാന നിമിഷം ഓടിപ്പിടിച്ച് ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരു രീതി.
അപ്പൊ എല്ലാവരും പാരന്റ്സും ടീച്ചേഴ്സും അങ്ങനെ എല്ലാവരും എൽഡേഴ്സ് എല്ലാവരോടും അവളോട് പറഞ്ഞ് മനസ്സിലാക്കും, പങ്ക്ച്വൽ ആവണം, ഡ്യൂട്ടീസ് കറക്റ്റ് സമയത്ത് ചെല്ലണം, അല്ലെങ്കിൽ അവള് തന്നെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ അവള് കേൾക്കില്ല. കാരണം വെച്ചാൽ അവള് അക്കാദമിക്സിൽ അത്രയും ബ്രില്യന്റ് ആയിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ പോയി പരീക്ഷ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഒരു ഓവർ കോൺഫിഡൻസ് മതി. അങ്ങനെ എല്ലാ കോഴ്സസും കംപ്ലീറ്റ് ചെയ്തു. PG എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. അങ്ങനെ നല്ലൊരു റെപ്യൂട്ടഡ് ഫേമിൽ നിന്ന് നമ്മൾക്ക് ഇന്റർവ്യൂവിന് വിളിക്കുക. കോൾ ലെറ്റർ കിട്ടുകയാണ് റെപ്യൂട്ടഡ് ഫേമിൽ. അപ്പൊ സാധാരണ പോലെ തന്നെ അവള് വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ചാൻസ് ആ കുട്ടിക്ക് നഷ്ടപ്പെടുവാണ്. അപ്പോഴാണ് അവൾ അതിന്റെ ഒരു ടൈമിന്റെ വില മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ രീതിയിലുള്ളൊരു സ്റ്റോറിയാണ് എഴുതിയത്. ആ കുട്ടിയുടെ ഒരു പിക്ചർ ഇച്ചിരി കളർഫുൾ ആയി പോയി, അങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, അപ്പൊ ഇത് റൈമും അതുപോലെ തന്നെ സ്റ്റോറിയും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഈ സ്റ്റോറി ബുക്കില് ചില സ്റ്റോറീസ് മാത്രം നമുക്ക് വേറെ ഏതെങ്കിലും അഡോപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞ മോറൽ സ്റ്റോറി തന്നെ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പണ്ട് നമ്മൾ നടന്ന സംഭവം, കേട്ട കഥ, ആ ഒരു രീതിയിലുള്ളതാണ് നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി എന്നുള്ളത്. ഞാൻ എഴുതിയത് തെന്നാലി രാമനെ കുറിച്ചുള്ളൊരു കഥയായിരുന്നു. അങ്ങനെയൊക്കെ തെന്നാലിരാമനെ കേട്ടിട്ടുണ്ടല്ലോ. കൃഷ്ണദേവരായർ രാജകൊട്ടാരത്തിലെ വിദൂഷകനായിരുന്നു അല്ലെ, ക്ലൗൺ ആയിരുന്നു തെന്നാലിരാമൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം വളരെ മിടുക്കനൊക്കെ ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ അങ്ങനെ അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, കഥകൾ എടുക്കാം എവിടെന്നെങ്കിലൊക്കെ. ഇപ്പൊ പഞ്ചതന്ത്രം കഥകളോ ഈസോപ്പ് ടേൽസ്, ഫേബിൾസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള കഥകളെല്ലാം അതിൽ നിന്നും അങ്ങനെയുള്ളതായിട്ട് അത് നിങ്ങൾക്ക് എടുക്കാം, തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടൈപ്പ് സ്റ്റോറി. നെക്സ്റ്റ്, കമ്പാരിസൺ സ്റ്റോറി. ഇത് തന്നെ എഴുതേണ്ടതാണ്. അന്നും ഞങ്ങൾക്ക് മാം ഒന്നും ഇങ്ങനെ ഗൈഡ് ചെയ്ത് തരുമൊന്നുമില്ല എങ്ങനത്തെ കഥ വേണമെന്നൊന്നും. നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഞാൻ കമ്പാരിസൺ സ്റ്റോറി എഴുതിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫ്ലവേഴ്സ് അവരുടെ കമ്പാരിസൺ വെച്ചിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് മദർ നേച്ചർ എന്നായിരുന്നു എന്റെ സ്റ്റോറിയുടെ പേര്. എന്റെ സ്റ്റോറിയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിൻ ഫ്ലവറും റോസ് ഫ്ലവറുമാണ്. വലിയൊരു ഗാർഡനിൽ 2 ഫ്ലവേഴ്സ് ആണ്. ജാസ്മിൻ ഫ്ലവേഴ്സിന് എപ്പോഴും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആളുകൾ കുറെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു. റോസ് ഫ്ലവർ ആൾക്കാർക്ക് തൊടാൻ മടിയാ, കാരണം ചില ഈ മുള്ളു വരും അങ്ങനെ. അപ്പോ അങ്ങനെ മുള്ളുള്ളത് കാരണം അഗ്ലി എന്നുള്ള രീതിയിൽ റോസ് ഫ്ലവറിനെ എപ്പോഴും ജാസ്മിൻ ഫ്ലവർ കളിയാക്കുകയാണ്. ആ രീതിയിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി. അപ്പൊ അതിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ ബോള് ഈ ഗാർഡന്റെ അകത്തേക്ക് വന്നു. അപ്പൊ ബോൾ എടുക്കാൻ വന്നപ്പോഴാണ് ഇവര് റോസും മുല്ലപ്പൂവൊക്കെ നിൽക്കുന്ന കാണുന്നത്. അപ്പം റോസ് ഫ്ലവർ പ്ലക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴേക്കും മുള്ളു കൊണ്ടിട്ട് അവര് വേണ്ട ഇതെടുക്കണ്ടെന്ന് പറഞ്ഞു നിറയെ മുല്ലപ്പൂ പിച്ചി പറിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പൊ ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലാവുകയാണ് മദർ നേച്ചർ കൊടുത്തൊരു പ്രൊട്ടക്ഷൻ ആണ് റോസ് ഫ്ലവറിന്റെ തോൺ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. അല്ലാതെ അഹങ്കരിക്കുകയല്ല വേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞിട്ടൊരു കഥ. ഞാൻ ജസ്റ്റ് കമ്പാരിസൺ ഉദ്ദേശിച്ച് ഞാൻ എഴുതിയത് അങ്ങനെയാണ്. യു പീപ്പിൾ ക്യാൻ ഡു ബൈ യുവർ വേ. നെക്സ്റ്റ്, ലോങ് സ്റ്റോറി. എന്തെങ്കിലും ഒരു നീണ്ട കഥ. സാധാരണ ഞാൻ എഴുതിയ കഥകളെല്ലാം ചെറിയ പാരഗ്രാഫ് ആയിരുന്നു, 2 പാരഗ്രാഫ് ചെയ്തുള്ളത്. അപ്പൊ ലോങ് സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ വലുതാക്കി അത് എഴുതി. ഒരു 4 പാരഗ്രാഫോളം വരുന്ന രീതിയിലുള്ള ഒരു കഥയായിരുന്നു ഞാൻ എഴുതിയത്. ഞാൻ എഴുതിയ കഥയില് മീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവളുടെ പെറ്റായിട്ട് അവൾക്കൊരു ക്യാറ്റിനെ വഴിയിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ ആയിരുന്നു ആ കഥയിൽ ഉണ്ടായിരുന്നത്. സ്കൂളിൽ നിന്നും വരുന്ന വഴിക്ക് ഒരു കൊച്ചു പൂച്ചക്കുട്ടി കിറ്റൻ കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അതിന് വേണ്ടുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ മീന പൂച്ചക്കുട്ടിയെ വളർത്തുന്നതും പൂച്ചക്കുട്ടി ഒരു ദിവസം കാണാതാകുന്നതും ഇവർക്ക് ഭയങ്കര വിഷമായി. കുറേ ദിവസം വിഷമം ഉണ്ടായിരുന്നു. ഈ ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് വീണ്ടും ഈ പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നതും ചെന്ന് നോക്കുമ്പോ ആ പൂച്ചക്കുട്ടിയുടെ അമ്മ പൂച്ച എന്തോ വയ്യാണ്ട് കിടക്കുന്നു, അതിന്റെ അടുത്ത് നിന്ന് കരയുക. അങ്ങനെ പിന്നെ 2 പൂച്ചേനെയും കൊണ്ട് വീട്ടിൽ പോയതും മരുന്ന് വെച്ച് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സിമ്പിൾ സ്റ്റോറി. പെറ്റ് ഒക്കെ ആകുമ്പോ കുട്ടികൾക്ക് കുറച്ച് ഇഷ്ടപ്പെടുമല്ലോ. നെക്സ്റ്റ്, സ്റ്റോറി സോങ്. നമ്മളൊരു പാട്ടിലൂടെ കഥ പറയുന്നത്.
അതായിരുന്നു സ്റ്റോറീസ്. അപ്പോ സിംഗിങ് പാരറ്റ് അങ്ങനെ ഒരു കഥയായിരുന്നു എഴുതിയത്. വൺസ് എ ഫാർമർ got a parrot. He put it in a cage. The parrot sang all the time, "Make me free, make me free. I wish to fly high." The farmer said, "No, no, no, you sang for me." One day, the farmer sleeping under the tree. Then a snake came near to him. The parrot sang, wake up, snake is coming near to you." Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, "I wish to fly high." അതായിരുന്നു ആ കഥ. ഒരു സിംഗിങ് പാരറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ പലപ്പോഴും ഇതിങ്ങനെ പലതിനെയും കൂട്ടിലടച്ചിട്ട് വളർത്താനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ള രീതിയിൽ. സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. അപ്പൊ അനിമൽസിനെയും ബേർഡ്സിനെയും കുറിച്ചുള്ള സ്റ്റോറി എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാനൊരു ഫ്രണ്ട്ഷിപ്പ്, അതായിരുന്നു കഥയുടെ പേര്. അതിലൊരു സ്നേക്ക് ഉണ്ട്, ഒരു ക്രോ ഉണ്ട്, ഡിയർ. നമുക്ക് അതിനകത്ത് അനിമൽസും ബേർഡ്സും ക്യാരക്ടേഴ്സ് ആയിട്ട് വരണമെന്നല്ലേ ഉള്ളൂ. ആ രീതിയിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊരു കഥ എഴുതിയതായിരുന്നു. ഇങ്ങനെ ഒരു വൂണ്ടഡ് ആയിട്ട് സ്നേക്ക് കിടന്നപ്പോ ബാക്കി 2 ക്രോവും ഡിയറും കൂടെ അതിനെ രക്ഷപ്പെടുത്തിയതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ വരുന്നത്. എനി അതർ സ്റ്റോറി, എന്തെങ്കിലും ഒരു കഥ. ദാറ്റ്സ് അപ് ടു യു, ഇഷ്ടമുള്ളതുപോലെ. ഞാനിതിൽ എഴുതിയത് ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട്, അത് കുട്ടികളുടെ EVS തന്നെയുള്ള ഒരു ഇതായിരുന്നു. അതായത് ഗോതമ്പ് വിളവെടുക്കണമെങ്കിൽ അത് നല്ല രീതിയിലായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ക്രോപ്സ് ഇന്ത്യയിൽ ഇത് ചെയ്യുന്നതെന്നും അതിന്റെ വിളവെടുപ്പും അതിന്റെ സമയവും അതിന് വേണ്ടിയുള്ള എങ്ങനെയുള്ള മണ്ണിലാണ് അങ്ങനെയൊക്കെയുള്ള അവർക്ക് EVS പഠിക്കാനായിരുന്നു. പക്ഷെ പിക്ചേഴ്സ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നി. ഞാനൊരു ഓൾഡ് ഫാർമർ, വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, പക്ഷെ കാശൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും എല്ലാ ദിവസവും, പക്ഷെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനെ അയാൾ ഓരോ ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ ഒരു ബോക്സ് അയാൾക്ക് അയാളുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. അപ്പൊ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ വിചാരിച്ചത് എന്താണെന്ന് വിചാരിച്ചിട്ട് അയാൾ തിരിച്ച് ജോലി ചെയ്യാനായിട്ട്. അടുത്ത ദിവസം വന്നപ്പോഴും അവിടെ വേറൊരു ബോക്സ് കിടക്കും. ആ ബോക്സിൽ കുറെ വിത്തുകൾ ഉണ്ടായിരുന്നു. ആ വിത്തുകളെല്ലാം അയാൾ ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ടുള്ള ആളല്ലേ, അവിടെ മുഴുവനും വിത്തുകളെല്ലാം ആക്കി. he saw the seeds in his field. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ ആ വിത്തൊക്കെ മുള പൊട്ടി, അങ്ങനെ പ്ലാന്റ്സ് ആയി. അത് ഭയങ്കര ഹാർഡും സ്ട്രോങ്ങും ആയി. നല്ല നിറയെ അതിനകത്ത് ക്രോപ്സ് ആയി, നല്ല റൈപ്പ് ആൻഡ് ഗോൾഡൻ. അയാൾ ആ സ്റ്റോക്സ് എല്ലാം കട്ട് ചെയ്തെടുത്തു. ഒരു ബിഗ് സാക്സ് ഓഫ് ഗ്രീൻ, നിറയെ ചാക്കുകൾ ധാന്യങ്ങൾ കിട്ടി. അങ്ങനെ അതെല്ലാം വിറ്റ് അയാൾക്ക് ആവശ്യം കാശ് കിട്ടി. അയാൾക്ക് മനസ്സിലായി ആ നോട്ടിന്റെ മീനിങ്. വെയിറ്റ്, ലക്ക് വിൽ കം ടു യു എന്നും പറഞ്ഞൊരു നോട്ട് കിട്ടിയതിന്റെ മീനിങ് അയാൾക്ക് മനസ്സിലായി. ഹി വാസ് വെരി ഹാപ്പി. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ ആ കിട്ടിയ ഏർണിങ്സിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുത്തു. ആ ഒരു മെസ്സേജ് ഒക്കെ വരുവാണ്, ഹാർഡ് വർക്ക്, മറ്റുള്ള ആളുകളെ സഹായിക്കുന്നത്, ഏർണിങ്സ് എല്ലാം പാവങ്ങൾക്ക് കൊടുത്തു. എല്ലാരും അയാളെ താങ്ക് യു പറഞ്ഞു. അങ്ങനെ അയാൾ സുഖമായി ജീവിച്ചു. ആ രീതിയിൽ അപ്പൊ നമ്മളുടെ ഓരോ സ്റ്റോറിയിലും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുന്ന രീതിയിൽ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നൊമാഡ് സ്റ്റോറിയാണ് പറഞ്ഞത്. നൊമാഡ് സ്റ്റോറി നമ്മൾ നാടോടി കഥകൾ കേട്ടിട്ടില്ലേ, അതാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. തന്നെത്താൻ എഴുതാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ചൈനീസ് നാടോടി കഥകൾ, ജാപ്പനീസ് നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നോക്കി എഴുതാം. പക്ഷെ ഞാനിവിടെ എഴുതിയത് അത് നാടോടി കഥകളും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം. കാരണം ഞാൻ എഴുതിയത് നൊമാഡായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിരുന്നു ഞാൻ എഴുതിയത്. കൈൻഡ് ഹീര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥ. ആ കുട്ടിയുടെ പാരന്റ്സും അവരിങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും പച്ചമരുന്നുകളൊക്കെ വിറ്റ് അങ്ങനെ ജീവിക്കുന്ന ഒരു നൊമാഡ് ഫാമിലി ആയിരുന്നു. അങ്ങനെ ഒരു ഏരിയയിലൂടെ പോയപ്പോ ഉണ്ടായ അനുഭവം, അവരെ സഹായിച്ചതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ എഴുതിയത്. അവരോട് വളരെ മോശമായി പെരുമാറിയ ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ
വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതാണ് ഹീര ചെയ്തത്. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നല്ലൊരു എംപതി അതൊക്കെ ചെല്ലും. പിന്നെ പിക്ടോറിയൽ സ്റ്റോറി, ഇത് പലപ്പോഴും കുട്ടികൾ സംശയം ചോദിച്ചു, പിക്ടോറിയൽ സ്റ്റോറി എങ്ങനെയാ എഴുതാന്ന്. പല രീതിയിൽ പിക്ടോറിയൽ സ്റ്റോറി എഴുതാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എഴുതുന്ന സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് റാറ്റ്, ക്യാറ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റോറി എഴുതുമ്പോൾ റാറ്റ് എന്ന് എഴുതുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് റാറ്റിനെ ഒട്ടിച്ചു വെക്കാം, ക്യാറ്റ് എന്ന് എഴുതുന്നതിന്റെ ക്യാറ്റിനെ ഒട്ടിച്ചു വെക്കാം. അങ്ങനെ സിമ്പിൾ ആയിട്ട് പിക്ടോറിയൽ സ്റ്റോറി എഴുതാം. വേറെ എന്തെങ്കിലും ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എന്താ പറയാ ചീസ്, റാറ്റ് ചീസ് എടുത്തുണ്ട്, അപ്പൊ ചീസിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ ചീസ് ഒട്ടിച്ചു വെക്കാം. അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് പിക്ചർ ഒട്ടിച്ച് പല മെയിൻ വേർഡ്സ് എല്ലാം പിക്ചർ ഒട്ടിച്ച് പോവാം. അങ്ങനെ എഴുതാം സ്റ്റോറി. ഈ ഞാൻ എഴുതുന്ന വെച്ചാല് ഇതില് സ്റ്റോറിയുടെ സ്റ്റേറ്റ്മെന്റുകൾ കുറവായിരിക്കും. സ്റ്റേറ്റ്മെന്റ് വളരെ കുറച്ച് എഴുതിയിട്ട് പിക്ചർ ആയിരിക്കും കൂടുതൽ. ആ രീതിയിലാണ് ഞാൻ എഴുതിയത്. ഒരു തുടങ്ങി ഒരു മങ്കിയെ കൊണ്ട് ഒരാള് അങ്ങനെ ഓരോ സർക്കസ് പോലെയൊക്കെ കാണിച്ച് അതിനെ കഷ്ടപ്പെടുത്തുന്ന ഒരു കഥ. കുട്ടികൾ വന്നിട്ട് ആ മങ്കിയെ രക്ഷപ്പെടുത്തുന്നതും, കുട്ടികൾക്ക് ജീവികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുങ്ങളെയൊക്കെ നല്ലപോലെ നോക്കുന്ന കുട്ടികൾ. അപ്പൊ അവർക്ക് ഇത് കണ്ടപ്പോ വിഷമം തോന്നി. അവരവരുടെ പാരന്റ്സിനോട് ചെന്ന് പറയുന്നു. പാരന്റ്സ് വന്ന് അയാളെ താക്കീത് ചെയ്യുന്നു, വാൺ ചെയ്യുന്നു. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു കഥകളൊക്കെ ആയിരുന്നു കണ്ടോ. പാരന്റ്സ് പല ഒക്യുപ്പേഷനിലുള്ളവരായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തരും വന്ന് അയാളെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതൊക്കെ ഉള്ള സീൻസ് ആണത്. ലാസ്റ്റ് അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലായി. അവർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളാണ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള പിക്ചർ കൂടുതലായിട്ട് വരുന്ന രീതിയിൽ സ്റ്റോറി ആ രീതിയിലും വേണ്ടി അങ്ങനെയും വേണം. നെക്സ്റ്റ് മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഗ്രേറ്റ് പീപ്പിൾ, ആളുകളെ പറ്റിയുള്ള നല്ല ചൈൽഡ്ഹുഡ് സ്റ്റോറീസ്. ഞാൻ അംബേദ്കറിനെ കുറിച്ചിട്ടാണ് എഴുതിയത്. കാരണം ആ സമയത്ത് എൻ്റെ മോളുടെ ടെക്സ്റ്റില്, മലയാളം ടെക്സ്റ്റിലൊരു കഥയുണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടി സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ദാഹിച്ചിട്ട് ഒരു പൊതു കിണർ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ഹയർ കാസ്റ്റിലുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള കിണറായിരുന്നു. പക്ഷെ ദാഹം കാരണം അവൻ അതിൽ നിന്ന് വെള്ളം എടുത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ അവനെ തല്ലാനായിട്ട് ഓടിച്ചു. അപ്പൊ അവന് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിക്കെതിരെ ഞാൻ പോരാടും എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് അവൻ അതിൽ ഉറച്ചു നിന്നു. ആ ആളാണ് പിൽക്കാലത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്ത അംബേദ്കർ, ഡോക്ടർ അംബേദ്കർ. അതായിരുന്നു എഴുതിയ കഥ. അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഗ്രേറ്റ് പീപ്പിളിനെ കുറിച്ചല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ. നെക്സ്റ്റ്, സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്, അതും വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഇതും സെയിം തന്നെ. അവരുടെ മലയാളം ബുക്കിൽ എക്സ്റേയെ കുറിച്ചുള്ള ഒരു ലെസൺ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എക്സ്റേ കണ്ടുപിടിക്കാനുണ്ടായ ഒരു സാഹചര്യം, റോൺജൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ സംഭവിച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് എഴുതിയത്. നെക്സ്റ്റ് നോവല്. നോവൽ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവണമല്ലോ അല്ലെ. ഇപ്പൊ നോവലില് ചാപ്റ്റേഴ്സ് ആയിട്ട് എഴുതിയ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ എനിക്ക് 2 ചാപ്റ്ററുകൾ ഇപ്പൊ എന്റെ നോവലില്. നമുക്ക് എത്ര ചാപ്റ്റർ വേണമെങ്കിൽ എഴുതാം. സാധാരണ സ്റ്റോറിയെ പോലെ ഉണ്ട് നോവൽ. റീനു ആൻഡ് റിയാൻ, ഇതായിരുന്നു എന്റെ നോവലിലെ ക്യാരക്ടേഴ്സ്. രണ്ടുപേരും ട്വിൻസ് ആണ്, ബ്രദർ ആൻഡ് സിസ്റ്റർ ബട്ട് ട്വിൻസ്. റീനു ആൻഡ് റിയാൻ, അവര് പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും വീട്ടിലിട്ട് ഹാപ്പി ആയി ജീവിക്കുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അവർക്ക് തമ്മിൽ ഭയങ്കര ഇഷ്ടവും കെയറിങ്ങും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരെല്ലാ ദിവസം രാവിലെ നേരത്തെ എണീക്കും. അങ്ങനെ കുറേയുള്ള ഡെയിലി റൊട്ടീന്റെ കാര്യങ്ങളൊക്കെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് ഹോംവർക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കളിക്കാനായിട്ട് പോകും. അങ്ങനെ പ്രെയർ ടൈമിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രെയർ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു നോവലിൽ വരുന്നത്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ സാറ്റർഡേ ആയിരുന്നു, അവർ കളിക്കുകയായിരുന്നു. അപ്പൊ അമ്മ എന്തോ കുക്കീസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഒരു കുക്കീസ് ഒക്കെ പുറത്ത് ഗാർഡനിൽ ഇരുന്ന് കഴിച്ചു കൊണ്ടപ്പോ ഒരു കാക്ക വന്നവരുടെ കയ്യിൽ നിന്ന് കുക്കീസ് തട്ടുവാണ്.
റീനുവിന്റെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്യാനായി നോക്കി. പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോഴേക്കും റീനു പേടിച്ചു പോയി. റീനുവിന്റെ കയ്യില് മുറിവ് പറ്റി, കാക്ക കുത്തി. അങ്ങനെ രണ്ടുപേരും പേടിച്ചു. പെട്ടെന്ന് തന്നെ അവൾ അൺകോൺഷ്യസ് ആവുകയാണ്. അങ്ങനെ അമ്മ ഓടി വന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാം ശരിയായി, തിരിച്ചവർ വരുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ. അപ്പൊ ആ ബ്രദർ സിസ്റ്റർ ആ റിലേഷൻ ഭയങ്കര ഇതായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചുമ്മാ എന്തെങ്കിലും കഥ എഴുതുന്നതിനേക്കാളും കുട്ടികളിലേക്ക് എന്തെങ്കിലും എത്തണം, ആ രീതിയിൽ എഴുതും. പിന്നെ ഡ്രാമയായിരുന്നു നെക്സ്റ്റ് വൺ. ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മൾ സീൻ 1, സീൻ 2 ആ രീതിയിലൊക്കെ എഴുതാം. ഞാൻ ചെയ്ത ഡ്രാമയിൽ എനിക്ക് 3 സീൻസ് ആയിരുന്നു. ഓക്കെ, ആ 3 സീനില് 4 സീൻ ഉണ്ടായിരുന്നു. 2 സീൻ വീട്ടിലും 2 സീൻ പാർക്കിലും. സീൻ 1 വീട്, സീൻ 2 പാർക്ക്, സീൻ 3 വീട്, സീൻ 4 പാർക്ക്. ആ ഒരു രീതിയിലായിരുന്നു. ടീനയും അവളുടെ പാരന്റ്സ് ഒരുമിച്ച് ജീവിച്ചതും പുതിയൊരു സ്ഥലത്ത് അവർ ഷിഫ്റ്റ് ചെയ്ത് വന്നു. പിന്നെ ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പാർക്കിൽ പോകുന്നു. അപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുമായിട്ട് പെട്ടെന്ന് കൂട്ടാവുന്നു. അവിടെ ഒരു പ്രായമായ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാള് കുട്ടികളെ വഴക്ക് പറഞ്ഞു. അയാൾ പത്രം വായിക്കുമായിരുന്നു. കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോൾ വെള്ളം വെച്ച് കളിക്കണ്ടായിരുന്നല്ലോ, അവരുടെ ശബ്ദം ഭയങ്കര ഡിസ്റ്റർബൻസ് ആക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുട്ടികളോട് ഷൗട്ട് ചെയ്തു. കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയൊക്കെ പിന്നെ അവരതൊന്ന് ഓർത്തില്ല. അവരവരുടെ കളിയിൽ അവരിങ്ങനെ പോയി ശബ്ദം ഉണ്ടാക്കാതെ കളിക്കാൻ തുടങ്ങി. അങ്ങനത്തെ നെക്സ്റ്റ് സീനിൽ വന്നപ്പം വീട്ടിൽ തിരിച്ച് പാർക്കിൽ നിന്ന് വന്നപ്പോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കളിക്കാൻ പോയത്. ഇനിയും നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ അവര് പാർക്കിൽ പോകുമ്പോഴും ഈ സെയിം അവളിരിക്കുന്നുണ്ട്. പഴയ അന്ന് കണ്ട ഫ്രണ്ട്സിനെ കണ്ടു. അവര് എല്ലാരും കൂടെ കളിക്കാൻ പോകുന്ന സമയത്ത് ഇയാളെ ക്രോസ് ചെയ്ത് പോകാൻ നേരത്ത് ഈ ടീന ഈ പ്രായമായ ആളെ വിഷ് ചെയ്തു. പക്ഷെ അയാള് മൈൻഡ് ചെയ്തില്ല. അവർക്ക് കൊച്ചു കുട്ടികളല്ലേ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അങ്ങനെ പിന്നെ അവര് കളിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ ഭയങ്കര മഴ പെയ്തു. മഴ പെയ്തപ്പോ ഇവരെല്ലാരും കൂടെ ഒരു ഷെൽട്ടർ പോലും ഭാഗത്തേക്ക് ഓടിക്കയറിഞ്ഞിരുന്നു. പക്ഷെ ഈ പ്രായമായ ആൾക്ക് ഓടി വന്ന് കയറാൻ പറ്റിയില്ല. അയാൾ വീണുപോയി. കുട്ടികളെല്ലാരും കൂടെ പോയി ആളെ ഹെൽപ്പ് ചെയ്യുന്നതും ആളെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ എത്തി ടൗലൊക്കെ കൊടുത്ത് തുടച്ച് ഒക്കെ ആക്കി. അപ്പൊ അയാൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. കണ്ണൊക്കെ നിറഞ്ഞു. അതിന് കുട്ടികളോട് നന്ദി പറഞ്ഞു, താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് അവരോട് ക്ഷമ ചോദിച്ചു തലേ ദിവസം അങ്ങനെ ബിഹേവ് ചെയ്തേന്. അങ്ങനെ കുട്ടികൾ അയാളെ ഹഗ് ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ. അതായിരുന്നു നോവലിന് വന്നിട്ട്. പിന്നെ നോവലല്ല ഡ്രാമ. ഈ ഡ്രാമയ്ക്ക് പിക്ചർ വേണ്ട കേട്ടോ. നമുക്ക് തോന്നുവാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പിക്ചർ ഒട്ടിച്ചു, പിക്ചർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി എല്ലാത്തിനും പിക്ചർ വേണം. പിന്നെ മൈം അറിയാലോ, മൈം അവതരിപ്പിക്കുന്ന രീതി. മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയലോഗ്സ് ഉണ്ടാവില്ല അല്ലെ, ആ ഒരു കണ്ടന്റ് അവരിങ്ങനെ അഭിനയിച്ച് കാണിപ്പിക്കുവാണ്. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയും കൈകളിലൂടെയൊക്കെ. പല്ല് പോലും പുറത്ത് കാണിക്കാൻ പറ്റില്ല. മൈമിനൊരു പ്രത്യേക കോസ്റ്റ്യൂം ഒക്കെ ആണല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലല്ലേ വരുന്നത്. കയ്യില് സോക്സും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു നല്ലൊരു മെസ്സേജ് കുട്ടികളിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറി വേണം മൈമിനെടുക്കാൻ. മൈമിന് നമുക്ക് പിക്ചർ ഇല്ല. അതൊരു കുട്ടി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ പുവർ പാരന്റ്സ് അവൾക്ക് അത് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫാദർ വാച്ച് വിറ്റിട്ട് വാങ്ങിക്കാം എന്നൊക്കെ ഓരോന്ന്. മദർ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാശ് എടുക്കാന്നൊക്കെ പറഞ്ഞത് അവളിങ്ങനെ ഓവർ കെയർ ചെയ്യുന്നു. അവൾക്ക് ഭയങ്കര വിഷമമായി. അവള് പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് സ്നേഹം മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇത് വരുന്നത്. ഇതെല്ലാം നമ്മൾ കുട്ടികളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇത് മൈമിലൂടെ അവതരിപ്പിക്കണം. അത്രയേ ഉള്ളൂ. അതോട് കൂടിയിട്ട് കഴിഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ സ്റ്റോറി. ഇന്ന് നമ്മൾ റെക്കോർഡ് ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പൊ ഇതാണ്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വരും. അപ്പൊ ചോദിച്ചാൽ മതി. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞ ബുദ്ധിമുട്ട്. കാരണം ഇത് നമ്മൾ കുറെ ആലോചിച്ച് നല്ലൊരു സ്റ്റോറി കണ്ടെത്തി നല്ലൊരു മെസ്സേജ് അത് നമ്മൾ എഴുതി അതിന്റെ പിക്ചറൊക്കെ സംഘടിപ്പിക്കണ്ടേ. അതുകൊണ്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. അത്
സ്റ്റോറി റൈം ഒരുവിധം ആവുമ്പോഴേക്കും കിഡ്സ് ആക്ടിവിറ്റി പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. Okay, miss. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മാം ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന്. മാം പറഞ്ഞില്ലേ? പിന്നെ അതുപോലെ ഇന്ന് മോൾ TVSന്റെ എക്സാം ആയിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സിൽ എടുത്ത ഒരു റൈം, അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു റൈം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഫൈനൽ എക്സാമിന്. അതൊരു ആക്സെപ്റ്റൻസ് ആണല്ലോ, നല്ലൊരു ആക്സെപ്റ്റൻസ്. അപ്പൊ അവരത് എത്രത്തോളം ഫൈനൽ എക്സാം ഞാൻ ക്ലാസ്സിലുള്ള ടൈമിൽ തന്നെ, അവിടെ പോകുന്ന ടൈമിൽ തന്നെ ഗ്രൂപ്പിൽ നമുക്ക് കോമൺ ആയിട്ട് ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഗ്രൂപ്പിൽ ഞാൻ പാരന്റ് ആയതുകൊണ്ട് ഞാൻ ആഡഡ് ആണ് ഓൾറെഡി ആ ഗ്രൂപ്പിൽ. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ മിസ് ഒരു റൈം പഠിപ്പിച്ചിട്ടുണ്ട്, അതെന്തായാലും കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോ എക്സാമിന് ആ റൈം ഉണ്ടായിരുന്നു എന്ന് മോള് വന്നിട്ട് പറഞ്ഞു, പഠിപ്പിച്ചത് വന്നൂട്ടാ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു.